ഈ പ്രേക്ഷകർക്ക് അതിഗംഭീരമായ ഭീകരമായ സംഭവങ്ങളൊന്നും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പ്രേക്ഷകന് എൻ്റർടൈൻമെൻറ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ പ്രേക്ഷകന് കൺവിൻസിങ് ആയിട്ട് തോന്നിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും. ഇവിടെ ഒരുപാട് ബുദ്ധിയുള്ള സംവിധായകരുണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിയുള്ള സംവിധായകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. പുള്ളിക്കറിയാം എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് തുടർച്ചയായ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയുടെ കരിയർ തന്നെ എടുത്ത് നോക്കൂ. പുള്ളിയുടെ എന്താണ് വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകൾ ആക്ച്വലി, അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് ഇറങ്ങിയ സിനിമകൾ ആക്ച്വലി ഉണ്ടോ? ആക്ച്വലി ഇല്ല. പക്ഷേ ഇറങ്ങിയ സിനിമകളിൽ എല്ലാം അയാൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ സംവിധായകനോട് വല്ലാത്തൊരു വിശ്വാസം തോന്നുന്നുണ്ട്. അത് പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ഓഫ് കോഴ്സ് എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമകൾ പുള്ളി ചെയ്യണം, അതിന് ഗംഭീര സ്വീകാര്യത കിട്ടുന്നുണ്ട്, അത് 100% വർക്കാവുന്നുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള സിനിമ ചെയ്യാൻ കഴിവുള്ളൊരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. കാരണം അയാളുടെ വിഷൻ ആൾക്ക് ഇറുക്ക്. തിര എന്ന് പറഞ്ഞൊരു സിനിമ അയാളല്ലേ ചെയ്തത്? ആ സിനിമ ഏത് ജോൺറപ്പെടുന്നൊരു, ഏത് കൈൻഡ് ഓഫ് സിനിമയാണ്? ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നില്ലേ അത്? സോ അതിനുശേഷം പുള്ളി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വർക്കാവുന്നുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഐ റിക്വസ്റ്റ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഈ വീഡിയോ വിനീത് ശ്രീനിവാസൻ കാണോ ഇല്ല എന്നുള്ളത് അറിയില്ല, കണ്ടാലും ഇല്ലെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമയൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണ്. ഞാനൊന്നൊരു പ്രേക്ഷകൻ അത്തരത്തിലുള്ള പരിപാടിയും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞെന്ന് മാത്രം. വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സിനിമ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര സിനിമ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് അതിൻ്റെ അകത്തുള്ള ഓരോ സാഹചര്യങ്ങളെയും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തെയും അവർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് അത് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നിയെന്ന്, വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. നമുക്ക് ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റി, അവരുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റി, അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, ആ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ദാറ്റ് മീൻസ് അത് ആ സിനിമയുടെ വിജയമോ, അല്ലെങ്കിൽ ആ സംവിധായകൻ ഉദ്ദേശിച്ച പരിപാടി വർക്കായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ സിനിമ വർക്കാവാത്ത ആൾക്കാർ മേ ബി ഉണ്ടാവുമായിരിക്കാം, അത് അവരുടെ അഭിപ്രായം. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇത് ഭൂരിഭാഗം വരുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പ്രേക്ഷകൻ്റെ പൾസ് വിനീത് ശ്രീനിവാസന് അറിയാമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സെക്കൻഡ് ഹാഫിലെ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നൊരു സംഭവം. നമ്മൾ ഈ സിനിമയെ കുറിച്ചിട്ട് നിവിൻ പോളിയുടെ ഒരു പോർഷൻ എടുത്തു വെച്ചാൽ തന്നെ അജാതി എൻ്റർടൈൻമെൻറ്റ്, അജാതി എന്താണ് പറയുക, അയാളുടെ വിളയാട്ടം. എന്ത് രസമാണ് നിവിൻ പോളിയുടെ പെർഫോമൻസിൻ്റെ അകത്ത് കാണാൻ. അയ്യോ നല്ല രസമാണ്. എന്ത് അയാളെ വിട്ടിരിക്കണം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ എന്ന് പറഞ്ഞാൽ വിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങ് അടിച്ച് പൊളിക്കണം നിവിൻ പോളി. ഡയലോഗ് ഡെലിവറി അത് പറഞ്ഞത് കറക്റ്റ് കേട്ടോ. നിവിൻ പോളിക്ക് പകരം നിവിൻ പോളി മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്തേക്ക് വേറൊരാളെ വെക്കാൻ പറ്റില്ല. നിവിൻ പോളി ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിനീത് ശ്രീനിവാസന് ഈ ഒരു പടം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വർക്കാവില്ല, അതാണ് അർത്ഥം. നിവിൻ പോളി ഈ സിനിമയിൽ വലിയൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? വഹിച്ചിട്ടുണ്ട്. പിന്നെ അയ്യോ, നിവിൻ പോളിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്നെ ഒരുപാട് ചിരിപ്പിച്ചൊരു കഥാപാത്രമായതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. മറ്റവർ മോശമായി എന്നല്ല, അവരെക്കുറിച്ച് ഞാൻ പറയട്ടെ. പ്രണവ് മോഹൻലാൽ വളരെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളിനെ ഇതിൻ്റെ അകത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിനീത് ശ്രീനിവാസനോടൊരു റെസ്പെക്റ്റ് ഒക്കെ പല കാര്യങ്ങളിലും തോന്നുന്നുണ്ട്. അത് ഞാൻ എടുത്തെടുത്ത് പറയാം. ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമയുടെ അകത്ത് വിനീത് ശ്രീനിവാസൻ ഇയാളെ ഉപയോഗിച്ചു. അതായത് ഇയാളെ കൊണ്ട് പറ്റുന്ന പരിപാടി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ആ തരത്തിൽ ഉപയോഗിച്ചു. അത് വർക്കായി പ്രണവിൽ. പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന ഒരു കഥാപാത്രം അതിൻ്റെ ആ വേർഷനായിട്ട് യാതൊരു ബന്ധവുമില്ല, ഹൃദയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വേറൊരു പരിപാടിയാണ്. അപ്പോൾ പ്രണവിനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് ചെയ്യിപ്പിച്ചു. അത് ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് കൂടി ഞാൻ പറയും. ആൻഡ് ഓഫ് കോഴ്സ് പ്രണവിൻ്റെ ഉള്ളിലുള്ളൊരു കഴിവ് വെളിയിലേക്ക് വരാൻ ഇയാളുടെ ഒരു സഹായം ഉണ്ടായി എന്നുള്ളതാണ്. സോ ഇയാളുടെ കഴിവും മറ്റേയാളുടെ ഒരു ശ്രമവും കൂടിയിട്ട് വന്നൊരു പരിപാടിയായിട്ടാണ് പ്രണവിനെ എനിക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നു, അത് വരട്ടെ.
പ്രണവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ. പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ടറെയൊക്കെ നോക്കിയും കണ്ടൊക്കെ സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും വിനീത് ശ്രീനിവാസൻ അല്ലല്ലോ. കാരണം വിനീത് ശ്രീനിവാസൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രണവിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് വർക്കായി വരുന്നുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. ധ്യാൻ ശ്രീനിവാസനോട് പറയുകയാണ്, ധ്യാൻ ശ്രീനിവാസൻ ഈ വീഡിയോ കാണുമില്ല എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല. കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. അതായത് ധ്യാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള സിനിമകളിൽ തല വയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ എൻ്റെ ടൈം പാസ് അങ്ങനെ പറഞ്ഞാൽ എടുക്കാതിരിക്കും. എന്തിനാണ് വെറുതെ ചവറ് പടങ്ങളുടെ പാർട്ടാവുന്നത്? ചവറ് കഥാപാത്രങ്ങൾ എന്തിനാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ദാറ്റ്സ് നോട്ട് ഗുഡ്. കാര്യം ധ്യാൻ നല്ലൊരു നടനാണ്. ധ്യാൻ അത് മുമ്പ് തെളിയിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അതിനുശേഷം പുള്ളി വെറുതെ തമാശ കളിച്ചിട്ട് ആണ് സിനിമേനെ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്ക്രിപ്റ്റ് നോക്കി തിരഞ്ഞെടുക്കണം, നല്ല കഥാപാത്രങ്ങൾ നോക്കി തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ആക്ച്വലി പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അയാളിപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കുറേ ആവശ്യമില്ലാത്ത പടങ്ങൾ ചെയ്തിട്ട്. ഇപ്പോൾ ഈ സിനിമയുടെ അകത്ത് പുള്ളി ചെയ്ത കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട്. ഓഫ് കോഴ്സ് പുള്ളിയുടെ ഇതിൻ്റെ അകത്തുള്ള തമാശ പരിപാടികൾ, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്തു, ഗുഡ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്തുള്ള സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് അയാൾ പ്രായമായിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള അയാളുടെ ഇമോഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അയാളുടെ തോൽവിയിൽ അയാൾക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട്, ഇതെല്ലാം അയാളവിടെ പെർഫോം ചെയ്തത് നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് ഫീൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് അയാൾ നല്ല രീതിയിൽ അത് അഭിനയിച്ചതുകൊണ്ടാണ്. അയാളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. ടാലൻറ്റഡ് ആണ്, സ്കില്ലുണ്ട് അയാൾക്ക്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്, അങ്ങേരി നീ നല്ല കഥാപാത്രങ്ങൾ എടുക്കണം. നല്ല സിനിമയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് ധ്യാൻ ശ്രീനിവാസൻ നടന്നേ പറ്റൂ. വിനീത് ശ്രീനിവാസൻ പുള്ളിനെ ഉപദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആക്ച്വലി അറിയാം. പല ഇൻ്റർവ്യൂസിലും കേട്ടിട്ട് തോന്നുന്നു. എപ്പോഴോ ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് എപ്പോഴോ ഒരു തവണ ഉപദേശിച്ചിട്ടുണ്ടെന്നുള്ളത്. വിനീത് ഏട്ടനാണ് പറഞ്ഞത്. കേട്ടാൽ നന്നായിരിക്കും. നല്ലതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രേക്ഷകരായ നമുക്കും അത് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. സോ അത്തരത്തിലുള്ളത് തിരഞ്ഞെടുത്തൂടെ? ഫ്ലോപ്സ് ഉണ്ടാവും, പക്ഷെ ഇത് കണ്ടിന്യൂസ് ഫ്ലോപ്സ് ഉണ്ടാവുന്നത് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇല്ലാത്തതിൻ്റെ പേര് തന്നെയാണ് ധ്യാനിന്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. വിനീതിനോട് നന്ദി പറയുന്നു. കാര്യം വിനീത് കണ്ടില്ലേ, വിനീതിൻ്റെ പടത്തിൽ ഒരാൾക്ക് അവസരം കിട്ടിയ എന്നെ വരെ അയാളുടെ സിനിമയുടെ ഒരു പാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ എന്നെ വരെ ഊറ്റിയെടുക്കും. എൻ്റെ കഴിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. ആ കഴിവ് പുള്ളിക്ക് ആക്ച്വലി ഉണ്ട്. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ധ്യാനും അല്ലെങ്കിൽ നിവിനോ അല്ലെങ്കിൽ പ്രണവോ ഇല്ലാതെ ഈ ഒരു സിനിമ നടക്കൂല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. എനിക്കാണെങ്കിൽ ഇത് കണ്ട സമയത്ത് വേറെ ആരെയും അവരുടെ ഭാഗത്തുനിന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാവരുമായിട്ട് നമുക്കൊരു സിങ്ക് ഉള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരെ കാണുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബേസിലായിക്കോട്ടെ ചെറിയ കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷേ അവരെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആക്ച്വലി കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് വിനീത് ശ്രീനിവാസന്റെ ബ്രില്യൻസ് എന്ന്. കാരണം അയാൾക്ക് അറിയാം ഇവിടെ എന്ത് കൊടുക്കണം പരിപാടി. ഇത് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല. ഇതിൻ്റെ അകത്തുള്ള ഫൺ എലമെന്റ്സ്, ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന പരിപാടികൾ വേണം. അതെല്ലാം ബ്ലെൻഡായിട്ട് ഇതിൻ്റെ അകത്ത് ആക്ച്വലി വന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ ബ്രില്യൻസിൻ്റെ കാര്യം പറഞ്ഞത്. ബേസിലാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബേസിലിനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അജു വർഗീസ് ആക്ച്വലി ഉണ്ട്. അജു വർഗീസിനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ കാണുന്നത്. കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഫണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചുകൂടി ലൈക്ക് ഈ നിവിൻ അജു അല്ലെങ്കിൽ വിനീത് അജു ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഇവരുടെ സിനിമയുടെ ഭാഗമായിട്ട് അജു വരുന്ന സമയത്ത് അജുവിനെ കാണാൻ ഒരു രസമുണ്ട്. ആ രസം എന്തായാലും ഈ ഒരു സിനിമ കണ്ട സമയത്ത് അജുവിൽ നിന്ന് എന്തായാലും നമുക്ക് ആക്ച്വലി കിട്ടി. പിന്നെ നീരജ് മാധവ് ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കഥാപാത്രം, അതും എൻ്റർടൈനിങ് ആയിരുന്നു. സോ എല്ലാം കൊണ്ടും ഒരു ഓവറോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വിനീത് ശ്രീനിവാസൻ ഇതിൻ്റെ അകത്ത് ഉദ്ദേശ പരിപാടികൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ കാരണം കൂടിയും നമുക്ക് ഈ സിനിമയോട് ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം തോന്നുന്നുണ്ട്. അത് സൈക്കോളജി, മനസ്സിലായ? നല്ലൊരു സിനിമയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റാർ കാസ്റ്റും ആ സ്റ്റാർ കാസ്റ്റ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ടും ഈ സിനിമേനെ കൂടുതൽ പോസിറ്റീവ് ആക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. സോ വർഷങ്ങൾക്ക് ശേഷം അടിപൊളി സിനിമ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇത് ഉടനീളം തമാശപ്പടമല്ല, ആരും അത് പ്രതീക്ഷിച്ച് പോകണ്ട. തുടങ്ങുന്ന അവസാനം വരെ ചീരിപ്പിച്ച് പണ്ടാലടക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല. ഇത്രയും സ്റ്റാർ കാസ്റ്റിനെ നിങ്ങൾ കാണുമ്പോൾ ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ
ഇവരൊത്തുകൂടുമ്പോൾ ഒരു ഗംഭീര തമാശ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. തമാശകളുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു ഇമോഷണൽ പരിപാടികളും കൂടി ആക്ച്വലി ഉണ്ട്. അതായത് പ്രണവും ധ്യാനും സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ നാട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ, പിന്നെയുള്ള ചില, അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ. ഇമോഷണലായിട്ടും കൂടി നമുക്കൊരു ഇത് തോന്നുന്ന ഒരു പടമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ആവേശം എങ്ങനെയുണ്ട്? ഞാൻ മിസ്സായി, കാണണം. എങ്ങനെയുണ്ട്? കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ബൈ ബൈ.